അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് പോലും എന്തുകൊണ്ട് റഷ്യ ഇറാന്റെ സഹായത്തിന് എത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവെയാണ് റഷ്യയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി നല്ല ബന്ധം നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ട് ഇറാനെ സഹായിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത്. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന നിരവധി പേർ ഇസ്രായേൽ താമസിക്കുന്നതിനാലാണ് ഇറാനെ പരസ്യമായി സഹായിക്കാൻ റഷ്യ തയ്യാറാക്കാത്തതെന്ന് പുടിൻ വ്യക്തമാക്കി. മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ളവരും റഷ്യയിൽ നിന്നുള്ളവരുമായി 2 ദശലക്ഷം റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ ഇസ്രായേൽ താമസിക്കുന്നുണ്ട് എന്ന വസ്തുതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് അതൊരു റഷ്യൻ ഭാഷ സംസാരിക്കുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞു. അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളുമായി റഷ്യ വളരെ കാലമായി നല്ല സൗഹൃദമാണ് പുലർത്തിയിരുന്നത്. റഷ്യയിലെ ആകെ ജനസംഖ്യയിലെ 15% പേർ മുസ്ലിങ്ങളാണ് എന്നും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ റഷ്യയ്ക്ക് സ്ഥാനമുണ്ടെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ റഷ്യയെ വിമർശിക്കുന്നവർ വെറുതെ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും പുടിൻ പറയുന്നു.